വ്യക്തമായ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കിഡ്നാപ്പിംഗ് എപ്പോഴും പാളിപ്പോണത്. അതുകൊണ്ട് നമുക്ക് ഇത്തവണ പ്ലാൻ വരച്ച് മുമ്പോട്ട് പോവാം. പ്ലാൻ ആണെങ്കിൽ 90 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, ഒരു ഓപ്പൺ കിച്ചനും 2 വർക്ക് ഏരിയയും വരയ്ക്കാം. ആ പ്ലാന്റ് അകത്ത് കുറച്ച് മണി പ്ലാന്റ് വയ്ക്കാനുള്ള സ്ഥലം ഇട്ടേക്കണം. കിഡ്നാപ്പിന്റെ പ്ലാൻ വരയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന കാര്യം പറഞ്ഞേക്കുന്നു. സോറി അണ്ണാ, പഴയ മേശമണി ഓർമ്മ വന്നു. നിങ്ങളെ പ്ലാൻ പറ. ആദ്യം നമ്മൾ 3 പേരുടെ പോവും. അപ്പോൾ ആ ചെറുക്കൻ മുമ്പിൽ വരും. എന്നിട്ട് ആ പയ്യൻ 3 പേരെ ഈ വരെ ചേർക്കുന്നു. എന്നിട്ട് ആ 3 പേര് പോയി 4 പേരെ കൊണ്ടുവന്ന് ഈ വരെ ചേർക്കുന്നു. അപ്പം നമ്മുടെ പ്രോഫിറ്റ് എത്ര? ആ പഴയ പണി മറന്നില്ലല്ലേ അണ്ണാ? നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്ക് കുറച്ച് ഫാക്ടംബോസ് വളം മേടിച്ച് അവിച്ച് ചവ്വരി എന്ന് പറഞ്ഞ് ചെറുക്കൻ അങ്ങ് കൊടുക്കാം. അത് അവൻ്റെ ഹെൽത്തിന് പ്രോബ്ലം ആവും. നമുക്ക് കുറച്ച് MC പച്ച മേടിച്ച് അത് മൈദാമായി നോക്കി അവൾക്കൊന്നും പറഞ്ഞാൽ കൊടുക്കാം. കൊള്ളാം, നല്ല ഐഡിയ. ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടും? നിങ്ങളൊരു മണ്ടൻ തന്നെ. നമുക്കിതൊക്കെ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചൂടെ? ചെറുക്കൻ നടന്നു വരുന്നുണ്ട്. ക്യാഷും അല്ലേ? അതെ, നിങ്ങളൊക്കെ ആരാ? നമ്മൾ പിയേഴ്സ്. പിയേഴ്സിലടാ കിഡ്നാപ്പേഴ്സ്. കാറ് കൊണ്ടുവന്നാ എനിക്ക് പോവാൻ. ഓ, ഊബർ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഓ, എനിക്ക് ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല, വാ പോവാ. അതെന്താ? ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച 1X ഗേൾ എന്നെ വേണ്ടെന്നും പറഞ്ഞ് നിരഞ്ജൻ ബോക്സിന്റെ കൂടെ പോയി. ബ്രേക്കപ്പ് ആവാനുള്ള കാര്യം എന്തായിരുന്നു? ഇനി അവളില്ലാത്ത ലോകം എനിക്ക് അരിയില്ലാത്ത കഞ്ഞി പോലെയാണ്. ഇവന്റെ ബ്രേക്കപ്പ് സ്റ്റോറി ആയിട്ട് നമ്മൾ എന്തിനാണ് കരയണത്? അവന് പെണ്ണുണ്ടടാ, നമുക്ക് പെണ്ണില്ല. നിന്നെ കുറിച്ചു ഞാൻ പാടും ഈ രാത്രിയിൽ ശ്രുതി ചേർന്നു.